ബി ജെ പിയുടെ അധ്യക്ഷൻ ജെ പി നദ്ദ. ജെ പി നദ്ദയുടെ കാലാവധി പൂർത്തിയായിട്ട് ഇപ്പോൾ തന്നെ 2 വർഷം കഴിയുന്നു. അതായത് 2020 ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് വന്ന ആളാണ് ജെ പി നദ്ദ. അമിത്ഷാ സ്ഥാനമൊഴിയുമ്പോൾ അപ്പോൾ ജെ പി നദ്ദ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം 2023 അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാകുന്നു. ആ കാലാവധി പൂർത്തിയായതിനു ശേഷം ബി ജെ പിക്ക് വേറൊരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ 2024 പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു. ആ പൊതു തെരഞ്ഞെടുപ്പ് വരെയും ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ജെ പി നദ്ദ തന്നെ ബി ജെ പി നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ബി ജെ പിക്ക് ഒരു ദേശീയ അധ്യക്ഷനെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല ഈ വലിയ പാർട്ടിക്ക് എന്നുള്ള ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷനെ തീരുമാനിക്കുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതിന് പിന്നിലെ ചരട് പിടിക്കുന്നതും ചരട് ഭരിക്കുന്നതുമെല്ലാം RSS എന്ന് പറയുന്ന സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ RSS സംഘടനയുടെ നേതാവായിട്ടുള്ള മോഹൻ ഭാഗവതിന് അനിഷ്ടമാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബി ജെ പിയോട് അകലം പാലിക്കുവാൻ RSS തയ്യാറെടുപ്പ് നടത്തുക തന്നെ ചെയ്യും. അത്തരത്തിൽ ഇപ്പോൾ RSSുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ശിവരാജ് സിംഗ് ചൗഹാനെ വേണമെങ്കിൽ ഈ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാം. RSSനും വലിയ താല്പര്യമാണ്, കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതിനോട് ബാക്കിയുള്ള ബി ജെ പിയുടെ നേതാക്കൾക്ക് ഒരു എതിരഭിപ്രായമുണ്ട് താൻ. അപ്പോൾ RSS പറയുന്ന നേതാവിനെ അവിടെ കൊണ്ടുവെക്കണം, അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവെക്കണം. എന്നാൽ മോദിക്കും അമിത്ഷായ്ക്കും യുവാക്കളെ കൊണ്ടുവരണമെന്നും യുവാക്കളിൽ പ്രാതിനിധ്യമുള്ള ആൾക്കാർ എത്തട്ടെ എന്നുമാണ്. യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുവരട്ടെ, അവർ നയിക്കട്ടെ ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ എന്നാണ് മോദിയും അമിത്ഷായും ഒക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുവാൻ മോഹൻ ഭാഗവതിനും RSS എന്ന് പറയപ്പെടുന്ന സംഘടനയ്ക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സംഘടനയുടെ ശക്തി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ബി ജെ പി നേതാക്കൾ ഒരകലം പാലിക്കുകയാണ് ഈ RSSുമായിട്ട് അകലം പാലിക്കുക എന്നുവെച്ചാൽ മാറി നിൽക്കുക എന്നല്ല അർത്ഥമാക്കുന്നത്. RSSനോട് കൊമ്പ് കോർക്കണ്ട എന്നുള്ളത് കൊണ്ട്. അപ്പോൾ മോഹൻ ഭാഗവത് എന്ന് പറയപ്പെടുന്ന RSSന്റെ ആചാര്യന് അദ്ദേഹം പറയുന്ന തരത്തിലുള്ള വ്യക്തികളെ നിയമിക്കുവാൻ കഴിയും ഒരു നിമിഷം കൊണ്ട്. ഈ ദേശീയ അധ്യക്ഷനെ ബി ജെ പിക്ക് നിയമിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ആ അവകാശം കിട്ടുന്നൊരു മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ഒരു നേതാവിനെ ഞങ്ങൾ ആ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ മോഹൻ ഭാഗവതിനെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോഴും ആ സംഘടനയുടെ ശക്തിയെക്കുറിച്ച് അവർ പറയുമ്പോഴും ആ സംഘടന എത്രത്തോളം ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ 2025 എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1987 ശേഷമുള്ള ബി ജെ പി എന്ന് പറയപ്പെടുന്ന രൂപമാറ്റം സംഭവിച്ച ജനസംഘം RSSന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപം പ്രാപിക്കുകയും ഒപ്പം ഇന്ന് ഈ 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഏകദേശം ഒരു 35-40 വർഷത്തെ വലിയ പ്രയത്നം ആ പാർട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ബി ജെ പിയുടെ നേട്ടങ്ങൾ തന്നെ LK അദ്വാനിയും വാജ്പേയിയും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ബി ജെ പി നയിച്ചിരുന്നപ്പോൾ 2 സീറ്റിൽ തുടങ്ങിയ അവരുടെ പ്രവർത്തനമാണ് ഇന്ന് 304 സീറ്റിലേക്കും പിന്നെ 280 സീറ്റിലേക്കും ഒക്കെ എത്തുന്ന തരത്തിലേക്ക് ശക്തിയോടുകൂടി എത്തപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അത് ബി ജെ പിയുടെ കരുത്താണ്. ആ കരുത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ RSS എന്ന് പറയുന്ന സംഘടനയുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് RSS എന്ന് പറയപ്പെടുന്ന സംഘടനയെ പിണക്കിക്കൊണ്ടോ മാറ്റി നിർത്തിക്കൊണ്ടോ ഒരു പടി പോലും നടക്കാൻ ബി ജെ പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഓരം ചേർന്ന് പോകണമെങ്കിൽ RSSുമായി കൈകോർത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗും ഒക്കെ ചെയ്യുന്നത് അത് തന്നെയാണ്. RSSന്റെ സംഘപ്രവർത്തകരായ അവരുടെ തീരുമാനങ്ങൾ ഇപ്പോൾ ബി ജെ പി എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലേക്ക് എത്തപ്പെടുമ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കാം. സ്വാഭാവികമായിട്ടും മോഹൻ ഭാഗവത് നടക്കുമ്പോൾ അങ്ങനെ സംശയിച്ചേക്കാം. കാരണം RSSൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രീതിയല്ല ബി ജെ പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയിലും പാർലമെന്ററി മോഹവുമായി എത്തുന്ന ആൾക്കാരിലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അധികാരങ്ങൾ
അല്ലെങ്കിൽ അധികാര കസേരകളിലേക്ക് എത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റം സാർവത്രികമായിട്ട് ഉണ്ടാകാറുണ്ട് എന്നുള്ളതിന്റെ സൂചനകളിൽ ഒന്ന് തന്നെയാണ് BJPയുടെ നേതാക്കൾക്ക് ഉണ്ടായതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ RSS ഏതെങ്കിലും തരത്തിൽ പിടിമുറുക്കാതിരിക്കുന്ന കാലഘട്ടങ്ങളിൽ, അയവ് വരുത്തുന്ന കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ BJP RSSനോട് അകലം ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ അതിന്റെ അനുഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഈ പാർട്ടി എന്നുള്ളതാണ്. BJP 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, അതിനുശേഷം 2019 അധികാരത്തിൽ വരുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. RSSന്റെ സംഘശക്തി എന്താണ് എന്ന് തെളിയിക്കുന്നതാണ് 2019 മോദിയുടെ രണ്ടാം ഭരണം. ആ മോദിയുടെ രണ്ടാം ഭരണത്തിൽ ഏകദേശം 304 സീറ്റിലധികം നേടിക്കൊണ്ടാണ് ഒറ്റ പാർട്ടിയായി BJP അധികാരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതേ സമയം 2024 എത്തപ്പെടുമ്പോൾ ചില അസ്വാരസ്യങ്ങൾ RSSും BJPയും തമ്മിൽ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, പിന്നെ നമുക്കറിയാലോ മഹാരാഷ്ട്രയിലെ ശിവസേന സഖ്യം പൊളിയുന്നതും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വീഴുന്നതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് നിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നു, സീറ്റുകളിലും വലിയ കുറവുണ്ടായി. അങ്ങനെ ഏകദേശം 280ഓളം സീറ്റുകൾക്ക് അധികാരത്തിലേക്ക് എത്തപ്പെടേണ്ട ഒരു ഗതികേടിലേക്ക് പാർട്ടി എത്തിയതെന്നാണ്. അതായത് NDA എന്ന് പറയപ്പെടുന്ന മുന്നണി എത്തിയെന്നാണ്. അപ്പോഴവിടെ തകർന്നു പോയത് BJPയുടെ സീറ്റ് മോഹങ്ങളും ഒപ്പം തന്നെ നരേന്ദ്രമോദി എന്നുള്ള വലിയ ഇമേജ് സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയുമാണ് അവിടെ തകർന്ന് ഇല്ലാതായത്. പക്ഷേ എന്നിട്ടും മറ്റുള്ളവരുടെ ചിലവിൽ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയെ ഒരിക്കലും മോദിയെ പോലുള്ള ഒരാൾ ആശ്രയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എങ്കിലും മൂന്നാമതും ഭരിക്കേണ്ടി വന്നത് മറ്റുള്ളവരുടെ ചിലവിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭരണത്തിൽ അസംതൃപ്തി സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിക്ക് അടക്കമുണ്ട് എന്നുള്ളതാണ്. കാരണം ഒറ്റപ്പാർട്ടിയായി ഭരിക്കുവാനുള്ള കരുത്ത് 2019 ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ വളരെ വലിയ ആത്മവിശ്വാസത്തോടുകൂടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേസമയം RSSനെ ആയിട്ടുള്ള അസ്വാരസ്യങ്ങൾക്ക് ശേഷം അധികാരത്തിലെത്തുമ്പോൾ സീറ്റുകളിൽ കുറവ്, വോട്ട് ഷെയറിൽ വർധനയില്ലായ്മ ഉണ്ടാകുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത്രേ ഉള്ളൂ, RSSന്റെ സംഘശക്തിക്ക് പിന്നിൽ നിന്നുകൊണ്ട് മാത്രമേ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ RSSുമായി ചേർന്ന് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ അധ്യക്ഷ പദവി JP നദ്ദയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, 2023 കാലാവധി പൂർത്തിയാക്കുന്നു, 2024 പൊതു തെരഞ്ഞെടുപ്പ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം 1 വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിക്കൊടുക്കുന്നു. 2024 കഴിഞ്ഞപ്പോൾ 2025 ആയിട്ടും അധ്യക്ഷ പദവിയിലേക്ക് ഒരു പുതിയ ആളെ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. പലരും ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ശിവരാജ് സിംഗ് ചൗഹാൻ ആകട്ടെ, അല്ലെങ്കിൽ മനോഹർലാൽ ഖട്ടാർ ആകട്ടെ, ധർമ്മേന്ദ്ര പ്രധാൻ ആകട്ടെ, അല്ലെങ്കിൽ ഭൂപേന്ദ്ര യാദവ് ആകട്ടെ, പ്രഹ്ലാദ് ജോഷി ആകട്ടെ, ഇങ്ങനെ പറയാൻ ഒരുപാട് പേരുടെ പേരുകളുണ്ട്. അതിൽ നിന്നൊരാളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാൻ കഴിയും. അതിൽ പ്രാമുഖ്യം RSSനും താല്പര്യമുള്ളത് ചൗഹാനോടാണ്, അതായത് ശിവരാജ് സിംഗ് ചൗഹാനോട്. അദ്ദേഹമാണെങ്കിൽ അവർക്കും താല്പര്യമുള്ള ഒരാൾ കൂടിയാണ്. പക്ഷേ ആ താല്പര്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് മോദിയും അമിത്ഷായും രംഗത്തെത്തിയിരിക്കുന്നത്. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണം, യുവാക്കളെ പാർട്ടി നയിക്കട്ടെ എന്ന് പറഞ്ഞു വരുന്നത് കൊണ്ട് അവിടെയാണ് ഇവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. മോഹൻ ഭാഗവതും BJPയുടെ നേതാക്കളും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അത് വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ തെറ്റിപ്പിരിഞ്ഞു പോകുന്നതാണെന്നൊന്നുമില്ല. അതവിടെയാണ് RSSന്റെ നേതാവുള്ള മോഹൻ ഭാഗവത് പറഞ്ഞത്, നിങ്ങൾ ആ അധികാരം ഞങ്ങൾക്ക് തരൂ, അതായത് BJPയുടെ അധ്യക്ഷനെ നിയമിക്കുവാനുള്ള അധികാരം ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ മിനിറ്റുകൾ കൊണ്ടത് പൂർത്തീകരിച്ചു തരാം. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് എത്തപ്പെടുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചത്, ഈ 2020 ചുമതലയിലേക്ക് എത്തപ്പെടുന്ന JP നദ്ദ 2023, 2024, ഇപ്പോൾ 2025 അധ്യക്ഷനെ, ഒരു ദേശീയ അധ്യക്ഷനെ നമുക്ക് ഈ BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് നിയമിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു കഴിവുകേടും പോരായ്മയുമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഇനി നമുക്കറിയാം, ഓരോ തിരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ബീഹാറിലെ നിലവിലെ സർക്കാരിന്റെ കാലാവധി എന്ന് പറയപ്പെടുന്നത് നവംബർ മാസം 22-ാം തീയതി പൂർത്തിയാവുകയാണ്. ഇനി ഒരു തിരഞ്ഞെടുപ്പ് നേരിടുന്നതിന് മുമ്പ് അധ്യക്ഷനെ മാറ്റില്ല. അപ്പോൾ ആ നിയമസഭാ തിരഞ്ഞെടുപ്പോട് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും BJPയുടെ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. കാരണം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് BJPക്ക് ബാലികേറ മലയാണ്. മാത്രമല്ല അത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. അവിടെ നിതീഷ് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ലാലു പ്രസാദിനെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായിട്ടും BJPക്ക് സ്വന്തമായിട്ട് അധികാരത്തിലേക്ക് എത്തണമെന്നുള്ള താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു 62,000 കോടി രൂപയുടെയൊക്കെ പദ്ധതികൾ ബീഹാറിലടക്കം ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ഏകദേശം 62,000 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇതൊക്കെ എന്തിനാണ്? നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഈ നിതീഷ് കുമാറിനെ അടക്കമുള്ളവരെ വാരിക്കുഴി ഉണ്ടാക്കി അതിനകത്ത് വെട്ടിവീഴ്ത്തേണ്ട സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. അത് രാഷ്ട്രീയ കളികൾ, അതെന്തുമായിക്കോട്ടെ. അപ്പോൾ ബീഹാറിൽ ഭരണം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ദേശീയ അധ്യക്ഷനെ അടക്കം മാറ്റി പുതിയ അധ്യക്ഷനെ കൊണ്ടുവരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2026 ഏപ്രിലിൽ നടക്കാൻ പോകുന്ന
കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ ദേശീയ അധ്യക്ഷന്റെ കീഴിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ BJP നേരിടാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് യുവതലമുറയ്ക്ക് പ്രാധാന്യം നൽകുകയും യുവാക്കളിൽ നിന്ന് ഒരാൾ വരട്ടെ എന്ന് മോദിയും അമിത്ഷായും പറയുമ്പോഴും അതിനെ എതിർത്തുകൊണ്ട്, എന്നാൽ ഈ പറയുന്ന അനുയായികൾ എന്ന് പറയപ്പെടുന്ന RSSന് പ്രാമുഖ്യമുള്ള ആൾക്കാരാകട്ടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തപ്പെടുന്നത് എന്നുള്ള മോഹൻ ഭാഗവതിന്റെ വാദവും കൂടി ചേർത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാതായി പോകുന്നത്. പക്ഷേ ഈ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ അധ്യക്ഷനെ കണ്ടെത്തും. പക്ഷേ ആ അധ്യക്ഷനെ നിയമിക്കുന്നതും നിയന്ത്രിക്കുന്നതും RSS എന്ന് പറയപ്പെടുന്ന സംഘടനയും മോഹൻ ഭാഗവതും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം.